ലൈറ്റ് ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മായാദേവി. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇന്ന് ഞാനൊരു വ്യത്യസ്തമായ ടോപ്പിക്കാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. നമ്മുടെ എല്ലാം ഇടയിൽ കാണുന്നൊരു കോമൺ ഫാക്ടർ തന്നെയാണ് ഒരു ലവ് റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഒരു പ്രണയബന്ധത്തിൽ സെക്സ് കടന്നു വന്നാൽ എന്താണ് കുഴപ്പം, സെക്സ് പാപമല്ലല്ലോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ നല്ലൊരു പ്രണയബന്ധത്തിൽ സെക്സ് കടന്നു വന്നാൽ എന്തെല്ലാമാണ് അതിൻ്റെ ചില പ്രത്യാഘാതങ്ങളെന്നും അതിൻ്റെ ചില വശങ്ങളെയും കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല, പക്ഷേ എൻ്റെ ചില നിഗമനങ്ങളും കാഴ്ചപ്പാടുകളുമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പ്രണയം എന്നാൽ എന്താണ്? ഒരാൾക്ക് ഒരാളോട് തോന്നുന്ന അമിതമായിട്ടുള്ളൊരിഷ്ടം, അതായത് മനസ്സിൻ്റെ അനിർവചനീയമായിട്ടുള്ള ഒരു ആനന്ദം തന്നെയാണ് പ്രണയത്തിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്നത്. വേറെ തന്നെ ചുറ്റുപാടുകളെ പരിസരത്തെ ഒന്നും വീക്ഷിക്കാതെ ഒരാളിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവനെ ഒരുപാട് ഇഷ്ടപ്പെടുക, അതാണ് ശരിക്കും പ്രണയം എന്ന് പറഞ്ഞാൽ. എന്നാൽ ഈ പ്രണയം ഒത്തിരി അമിതമായി വരുമ്പോൾ ഇവരെ കൂടുതൽ അടുക്കുമ്പോൾ ഒരു ഉന്മാദാവസ്ഥയിലെത്തുകയും അത് ഒരു പക്ഷേ സെക്സിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പ്രണയിക്കുന്നതിൽ ഒരു വ്യക്തിക്ക് സ്വയം കൺട്രോൾ നഷ്ടപ്പെടുകയും അവൻ സെക്സ് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയും അങ്ങനെ സെക്സിലേക്ക് കടന്നു വരുന്ന ഒരു അവസ്ഥയും വരാറുണ്ട്. പക്ഷേ എതിർപക്ഷത്ത് നിൽക്കുന്ന ആൾക്ക് അത് തടയാൻ കഴിയാതെ വരികയും സെക്സിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കടന്നു വരുന്ന ഒരു അവസ്ഥയും കാണാറുണ്ട്. പ്രണയത്തിലേർപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം പ്രണയത്തിലേക്ക് സെക്സ് കടന്നു വരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. എന്നാൽ പ്രണയത്തിൽ എപ്പോഴും ഓറൽ പരമായുള്ള കാര്യങ്ങൾ കാണുന്നതാണ്. പരസ്പരം ചുംബിക്കുക, ഹഗ് ചെയ്യുക, ചേർത്ത് പിടിക്കുക, ഇതൊക്കെ പ്രണയത്തിൽ കാണുന്ന ഒരു അവസ്ഥ തന്നെയാണ്. പക്ഷേ അമിതമായ സെക്സിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നീട് ഒന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥ വരികയും വിരസത വരികയും തീർച്ചയായിട്ടും വർഷങ്ങളോളം അത് തുടർന്ന് കഴിയുമ്പോൾ പ്രണയിക്കുന്ന വ്യക്തിയെ ഉപേക്ഷിച്ചുകൊണ്ട് വേറൊരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യത 100% ഉറപ്പാണ് എന്നുള്ളതാണ്. എന്നാൽ അത്യധികം ജെനുവിനായി നിൽക്കുന്ന വ്യക്തി മാത്രമാണ് ആ വ്യക്തിയെ സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സെക്സിന് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്, ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണത്. എന്നാൽ പ്രണയത്തിൽ ഏർപ്പെടുമ്പോൾ അതിലേക്ക് സെക്സ് കടന്നു വന്നാൽ അത് ഒരു പക്ഷേ ശോചനീയമായ അവസ്ഥയിലേക്ക് നീങ്ങിയേക്കാം എന്നുള്ളതാണ്. സത്യത്തിൽ പ്രണയത്തിൽ സെക്സ് കടന്നു വരുമ്പോൾ അത് തീർത്തും ഒരു അപകടകരമായ അവസ്ഥ തന്നെയാണ്. കാരണം പരസ്പരം കൂടുതൽ അറിഞ്ഞു കഴിയുമ്പോൾ ഇനിയൊന്നും അറിയാനില്ല എന്നുള്ളൊരവസ്ഥ വരികയും അവർക്ക് ഒരു വിരസത അനുഭവപ്പെടുകയും തൻ്റെ വ്യക്തി ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുകയും അവനാകുന്ന പുസ്തകം താൻ വായിച്ചു കഴിഞ്ഞു, ഇനി അതിലൊന്നും വായിക്കാനില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വേറൊരു ഡയറക്ഷനിലേക്ക് അവൻ മൂവ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ പ്രണയത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ ഒരാൾക്ക് വിരസത അനുഭവപ്പെടുകയും അയാൾ സെക്സ് ആവശ്യപ്പെടുകയും ചെയ്താൽ എതിർപക്ഷത്ത് നിൽക്കുന്ന വ്യക്തി താൻ പ്രണയിക്കുന്ന വ്യക്തിയെ അമിതമായിട്ട് ഇഷ്ടപ്പെടുന്നത് കൊണ്ട് അവൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് സെക്സിന് സമ്മതിച്ചു കൊടുക്കുന്ന, മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചു കൊടുക്കുന്ന ഒരവസ്ഥയും വരാറുണ്ട്.